ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറൂസ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസിന്റെ എപ്പിസോഡ് 3 ആണ്. മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 2 എപ്പിസോഡ്സിലും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലാക്സ് സീഡ് വെച്ചിട്ട്, അതായത് ചണത്തിന്റെ വിത്തുണ്ടല്ലോ, ആ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ഹെയർ ഗ്രോത്ത് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണത്തിന്റെ വിത്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ ജെല്ലെടുത്തതിന് ശേഷം ആ ജെല്ലാണ് നമ്മൾ ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന 3 ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോവാണ്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഹെയർ കെയർ സീരീസ് ചാലഞ്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടണം. ഫ്ലാക്സ് സീഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, കണ്ടില്ലേ? പ്ലാൻ ബേസ്ഡ് സൂപ്പർ ഫുഡാണ് ഫ്ലാക്സ് സീഡ്, ഓർഗാനിക് ഫ്ലാക്സ് സീഡാണ് യൂസ് ചെയ്യണത്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചൂടാവുമ്പോൾ. ഇപ്പൊ വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പത്തേക്ക് നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി ഒരു ജെല്ലി പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഒരു നൂൽ പരുവത്തിൽ ഒരു ജെല്ലി പോലെ വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ജെല്ലി ആയിട്ടുണ്ടാവും, കുറച്ചും കൂടി തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. അതിന് ശേഷം ഇതിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതിൻ്റെ ജെല്ലൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് പ്രിപ്പയർ ചെയ്യാൻ. കുറച്ച് ടൈം എടുക്കുന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഫ്ലാക്സ് സീഡ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, പിന്നെ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫ്ലാക്സ് സീഡ് നമുക്ക് വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഈ ഫ്ലാക്സ് സീഡ് കൊണ്ട്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഫ്ലാക്സ് സീഡിന്റെ ജെൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത്തിരി എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല, മുടിയിലൊക്കെ എണ്ണ ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഫസ്റ്റ് എപ്പിസോഡിലെ എണ്ണയാണത്. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണ അപ്ലൈ ചെയ്യുന്നില്ല, ഇച്ചിരി മാത്രം മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നത്, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ.
10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലാക്സ് സീഡ് അപ്ലൈ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് മുടിയിലൊക്കെ എണ്ണ ഒന്ന് പിടിച്ചു വരാനുള്ള ഒരു സമയമാണ്. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലാക്സ് സീഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലാക്സ് സീഡ് അപ്ലൈ ചെയ്യണം. ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കിയേക്കാണ്. ഇതൊരു എണ്ണയുടെ ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലുള്ള ഒരു ബോട്ടിലാക്കിയതിനു ശേഷം ഇതില് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു കാണുന്നുണ്ടോ, ഇതുപോലെ ഒരു നോസിലുണ്ട്. ആ നോസിൽ കൂടെ എനിക്ക് ഡയറക്റ്റ് ഇതുപോലെ ജെൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് സ്ക്യൂസ് ചെയ്താൽ മതി. ഇത് ഭയങ്കര എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലാക്സ് സീഡ് ജെല്ല് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുടിയിൽ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഒത്തിരി അപ്ലൈ ചെയ്തിട്ടില്ല. സ്കാൽപ്പിലാണ് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് മസാജ് ചെയ്യുക. ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കുറച്ചു നേരം വെച്ച് അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാൻ 2 വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരുന്നു, അതായത് ഹെയർ കെയർ സീരീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പൊ ബാക്കിയുള്ള ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഖത്തേക്ക് പുരട്ടി വെക്കാം. നല്ല അടിപൊളിയാണ്. നല്ല സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടുന്ന അടിപൊളി സംഭവമാണ് ഫ്ലാക്സ് സീഡ് ജെല്ല്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതില് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഇത് നമുക്ക് വറുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് തന്നിലെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പറയാനുള്ളത്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ല ഒരു സംഭവമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും, ഹെയർ ഗ്രോത്തിന്, സ്കിൻ ഗ്ലോയിങ്ങിന്, സ്കിൻ ബ്രൈറ്റനിങ്, പിന്നെ വെയിറ്റ് ലോസ്, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ ഒരു ഫ്ലാക്സ് സീഡിനുണ്ട്. ഓക്കെ,
അപ്പൊ എന്റെ ഇന്നത്തെ ഹെയർ കെയറും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി കളയണം. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഞാനിത് തലയിൽ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പിന്നെ മുടി നന്നായിട്ട് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, മഴ ഉണ്ടാകുമ്പോൾ മുടിയിൽ മോയ്സ്ചർ ഉണ്ടാവുന്നത് അത്ര നല്ലതല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു കാര്യമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.